ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പനീർ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ പനീർ ഉണ്ടാക്കിയിട്ട് 3 വീക്സ് ഒക്കെ ആയിട്ടുണ്ട്. ഫ്രീസറിൽ ആണ് ഞാൻ സ്റ്റോർ ചെയ്തിരുന്നത്. ഫ്രീസറിലാണെങ്കിൽ കുറച്ചാളത് നിന്നോട് നമ്മളിപ്പോൾ ഫ്രോസൺ പനീറൊക്കെ വാങ്ങിക്കുമല്ലോ, അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ അത്ര ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പനീർ ബട്ടർ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ബേ ലീവ്സ്, 2 ഏലയ്ക്ക, 2 കരയാമ്പൂ, 1 പീസ് കറുകപ്പട്ട ഇതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 വലിയ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്നിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിലേക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതാണിത്, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 15 കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3 തക്കാളി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരവും മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറിയിട്ട് മിക്സി ജാറിൽ ഫൈനായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പനീറിന് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ മുളക് പൊടിയും ബട്ടറിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കരിഞ്ഞൊന്നും പോകരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് പനീറൊക്കെ ഇട്ട് ഒന്നുകൂടെ വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒത്തിരി കൂടി പോകണ്ട. അതിനനുസരിച്ച് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പനീർ കുക്കായിട്ട് വരാനായിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് പനീർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വന്നോളും. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പനീർ അപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊപ്പം കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, ബൈ.